ഈ വെക്കേഷന് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് FBയിൽ ഒരു ആഡ് കണ്ടത്. അങ്ങനെയാണ് വൈത്തിരിയിലെ വൈത്തിരി എറ്റേണൽ ബ്ലിസ് എന്ന് പറയുന്നൊരു റിസോർട്ടിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ്. ഫാമിലിയായിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു ബഡ്ജറ്റ് റിസോർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൻ്റെ അകത്ത് ഇതൊക്കെ ഈ കാണിക്കുന്നതായിരിക്കും. സോ വെൽക്കം ടു ലിവിങ് ലൗഡ്. വീക്കെൻഡാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. ഇപ്പോൾ പൊതുവേ വീക്ക് ഡേയ്സ് ആണെങ്കിൽ പോലും തിരക്കാണ്. അപ്പോൾ പിന്നെ വീക്കെൻഡിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഓരോ കോട്ടേജസ്. ഇവിടെ മൊത്തം 32 മുകളിൽ കോട്ടേജസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ റെൻ്റ് ഔട്ട് ചെയ്യുന്നത് 15 എണ്ണങ്ങാനാണ്. ബാക്കിയൊക്കെ പ്രൈവറ്റ് കോട്ടേജസ് ആണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉള്ള ചെറിയ കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഈ കോട്ടേജിൽ ഇവർ മാക്സിമം 6 പേരെയാണ് ഇവർ അലോ ചെയ്യുന്നത്. അതിൽ 6 പേർക്കാണെന്നുണ്ടെങ്കിൽ 6000 റുപ്പീസിലാണ് വരുന്നത് വീക്ക് ഡേയ്സിന്. വീക്കെൻഡ്സ് ആണെങ്കിൽ 7000 റുപ്പീസാണ്. അതിൽ എക്സ്ട്രാ ബെഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ എക്സ്ട്രാ ബെഡ് 250 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ നമുക്കിപ്പം കുട്ടികളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 6 to 9 ഇയേഴ്സ് ആണെങ്കിൽ 500 റുപ്പീസാണ് എക്സ്ട്രാ വരിക. അതുപോലെ അഡൽട്ട് നമ്മൾ മോർ ദാൻ 6 പേഴ്സൺ ആണെങ്കിൽ 1000 റുപ്പീസ്. ബിലോ 5 ഇയേഴ്സ് ആണെങ്കിൽ ചാർജ് ഒന്നും വരുന്നില്ല. ഈ ഓരോ കോട്ടേജസ് അല്ലെങ്കിൽ വില്ലേജ് 2 ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ ഒരു ലിവിങ് റൂമുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസ് ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് ടീയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് കെറ്റിൽ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ വില്ലേൻ്റെ 600 സ്ക്വയർ ഫീറ്റാണ്. 10x10 ആണ് റൂമിൻ്റെ സൈസ്. അത്യാവശ്യം വലിയ ബെഡ് തന്നെയാണ്. ക്വീൻ സൈസ് ബെഡാണ് വരുന്നത്. അതുപോലെ പൂളൊക്കെ നല്ല പൂൾ തന്നെയായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് ആയതുകൊണ്ട് ഓവർ ക്രൗഡഡ് ആയിരുന്നു. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൂളിൻ്റെ ആ ഒരു ആംബിയൻസ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂളിൽ എൻജോയ് ചെയ്യാൻ പറ്റും.
ഇനി പൂളിലൊക്കെ ഇറങ്ങാൻ പേടിയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ലൂഡോ ഗെയിം, അതുപോലെ ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ് ഇതൊക്കെ ഈ ഇൻഡോർ പ്ലേ ഏരിയയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ 6 പേർക്കുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. അഥവാ നമുക്ക് മോർ ദൻ 6 പാക്സ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സഫീഷ്യൻ്റ് ആണ്. പൂരി, ഇഡ്ഡലി, അതുപോലെ ബ്രെഡ്, ടീ, കോഫിയൊക്കെ അവർ ഈ കോട്ടേജിലേക്ക് നമുക്ക് കൊണ്ടുവരും. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് നമുക്ക് നിയർ ബൈ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡെലിവറി തരുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്താൽ നമുക്ക് ഫുഡ് നമുക്ക് ഇവരെത്തിച്ചു തരും. പിന്നെ അതുകൂടാതെ നമുക്ക് ഈവനിങ് ടീ അല്ലെങ്കിൽ അതുപോലെ തന്നെ മോർണിംഗ് ടീനൊക്കെ നമ്മൾ ഇവിടെ റിസപ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് ഡേ ടൈം അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു വയനാടാണെങ്കിലും. പക്ഷേ ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്ക് നല്ലൊരു വൈബായിരുന്നു. അത്യാവശ്യം കൂൾ വെതറായിരുന്നു. ചെറിയ തോതിൽ നല്ല ഒരു കൂൾ ബ്രീസും അപ്പം നല്ലൊരു ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു പ്രോപ്പർട്ടി. ഈ പൂളിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നത്. അപ്പോൾ തിരക്കായതുകൊണ്ട് അവിടെയും കയറാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ബാർബിക്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. നമ്മൾ ചാർക്കോളിൻ്റെ മാത്രം എക്സ്ട്രാ എമൗണ്ട് പിന്നെ പേ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ചിക്കൻ ആണെങ്കിൽ അത് മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഈ പ്രോപ്പർട്ടീൻ്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇവിടുന്ന് വൈത്തിരിയിലേക്ക് 2 കിലോമീറ്ററും ബത്തേരിയിലേക്ക് 36 കിലോമീറ്ററും കൽപ്പറ്റയിലേക്ക് 12 കിലോമീറ്ററും മാനന്തവാടിയിലേക്ക് 44 കിലോമീറ്ററുമാണ്. നിയർ ബൈ ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. രാവിലെ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു. പിന്നെ രാവിലെയാണ് പൂളിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. കാരണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു വൈബായിരുന്നു രാവിലെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.